ആദ്യ നാലിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള വാശിയേറിയ പോരാട്ടം IPL തുടരുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസുമാണ് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകൾ. ജയം തുടർന്ന ടീമുകൾ പരാജയപ്പെട്ടതും തോൽവികളുമായി തുടങ്ങിയ ടീമുകൾ വിജയം കണ്ടെത്തുകയും ചെയ്തതോടെ പോയിന്റ് പട്ടിക ഇളകി മറിയുകയാണ്. 9ാം സ്ഥാനത്തുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് ഒന്നാമതെത്തുന്നതും പിന്നീട് RCB ആ സ്ഥാനത്തേക്ക് എത്തുന്നതും ഇവരെ മറികടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് 1ാം സ്ഥാനത്തേക്ക് കയറുന്ന കാഴ്ചയും കണ്ടു. പോയിന്റ് പട്ടികയിലെ ഈ ത്രില്ലർ റൺവേട്ടക്കാരുടെ കാര്യത്തിലും പ്രകടമാണ്. മത്സരങ്ങൾ പാതി വഴിയിലെത്തിയ ഘട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് താരം നിക്കോളാസ് പുരാൻ റൺവേട്ടക്കാരുടെ ഓറഞ്ച് ക്യാപ്പ് അണിഞ്ഞെങ്കിലും പിന്നീട് കളി മാറി. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായ് സുദർശനായിരുന്നു പുരാന് വെല്ലുവിളിയായത്. പിന്നീട് ഇവിടം കൊണ്ടും ഒന്നും അവസാനിച്ചില്ല. മുംബൈ ഇന്ത്യൻസിനെ കുതിപ്പിന് തിരികൊളുത്തിയ സൂര്യകുമാർ യാദവ്, RCBയെ മുന്നിൽ നയിക്കുന്ന വിരാട് കോഹ്ലി, ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഗുജറാത്തിൻ്റെ തന്നെ ജോസ് ബട്ട്ലർ എന്നിവരെല്ലാം ഓറഞ്ച് ക്യാപ്റ്റനായുള്ള മത്സരത്തിലുണ്ട്. മെയ് 8-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം 12 ഇന്നിങ്സുകളിൽ നിന്നായി 510 റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് മുന്നിലുള്ളത്. 509 റൺസുമായി സായ് സുദർശൻ തൊട്ടു പിന്നിലുണ്ട്. 508 റൺസുമായി ശുഭ്മാൻ ഗില്ലും 505 റൺസുമായി കോഹ്ലിയും 500 റൺസുമായി ജോസ് ബട്ട്ലറും ആദ്യ 5-ലുണ്ട്. ഈ കണക്കിലെ രസം എന്താണെന്ന് ചോദിച്ചാൽ 3 ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങളുടെ റൺസാണ്. ഈ IPL സീസണിൽ 3 ഗുജറാത്ത് താരങ്ങൾ മാത്രം ഇതുവരെ അടിച്ചുകൂട്ടിയത് 1517 റൺസാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 509 റൺസ് അടിച്ചുകൂട്ടിയ സായ് സുദർശൻ അത്രയും മത്സരങ്ങളിൽ നിന്ന് ഗിൽ സ്വന്തമാക്കിയത് 508 റൺസുമാണ്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഗുജറാത്തിലെത്തി അടിയുടെ മാലപ്പടക്കം തുടരുന്ന ബട്ട്ലർ 11 മത്സരങ്ങളിൽ നിന്ന് 500 റൺസുമായി രംഗത്തുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ കുതിപ്പിന് പിന്നിൽ ഈ 3 റൺവേട്ടക്കാരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കി തരുന്നത്. 153.31 സായ് സുദർശൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ബട്ട്ലറുടേത് 163.93, ക്യാപ്റ്റൻ ഗില്ലിൻ്റേത് 152.55. ഈ സീസണിൽ ഏറ്റവും സ്ഥിരത പുലർത്തുന്ന ബാറ്റർമാർ ഗുജറാത്ത് നിരയിലാണ്. പല മത്സരങ്ങളിലും അവരത് ആവർത്തിച്ച് തെളിയിക്കുകയും ചെയ്തു. സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ശുഭ്മാൻ ഗിൽ എന്നിവർ ഗുജറാത്ത് നിരയിൽ മികച്ച സ്ഥിരത പുലർത്തുന്ന താരങ്ങളാണ്. ഒരുപക്ഷെ ഈ IPL സീസണിൽ മറ്റ് ടീമുകളെ താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂവർ സംഘം ഏറെ മുന്നിലാണ് താനും. ബാറ്റിങ്ങിൽ സ്ഥിരത പുലർത്തുന്ന ഭൂരിഭാഗം മത്സരങ്ങളിലും അവർ 180 റൺസിലധികം സ്കോർ ചെയ്തു. ഇതിൽ പല മത്സരങ്ങളിലും 200 റൺസ് കടക്കുകയും ചെയ്തു. ഡോട്ട് ബോളുകളുടെ എണ്ണം കുറച്ച് ബൗണ്ടറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് ഗുജറാത്ത് പിന്തുടരുന്നത്. പവർ പ്ലേയിലെ റൺ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലും GT ആധിപത്യം പുലർത്തുന്നുണ്ട്. പവർ പ്ലേയിൽ റൺ റേറ്റ് 9.13. മധ്യ ഓവറുകളിൽ സായ് സുദർശൻ കളി നിയന്ത്രിക്കുന്നതും ബട്ട്ലർ തകർത്തടിക്കുന്നതുമാണ് ഇവർക്ക് നേട്ടമാകുന്നത്. ഈ സീസണിൽ 7 മുതൽ 15 ഓവറുകൾക്കിടയിൽ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് 165.2. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ കുതിപ്പിന് പിന്നിൽ രാജസ്ഥാൻ കൈവിട്ട ബട്ട്ലർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിങ്സ് കൺട്രോളിൽ നിർത്തുന്ന സായ് സുദർശൻ്റെ ഇന്നിങ്സുകളും ഗില്ലിൻ്റെ ക്ലാസ് ബാറ്റിങ്ങിലുമാണ് അവരുടെ കരുത്ത്. ഇവരിൽ ഒരാളെങ്കിലും വിജയിച്ചാൽ ടീം മികച്ച നിലയിൽ എത്തുകയും ചെയ്യും. ഷാരുഖ് ഖാൻ, രാഹുൽ തെവാട്ടിയ, വാഷിംഗ്ടൺ സുന്ദർ, റാഷിദ് ഖാൻ എന്നീ ബാറ്റർമാരും ഗുജറാത്തിൻ്റെ കരുത്താണ്. അതിനാൽ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് ആശങ്കയില്ലാതെ ബാറ്റ് വീശാൻ സാധിക്കുന്നുണ്ട്. ഈ IPL സീസണിലെ കണ്ടെത്തലുകളിൽ പ്രധാനിയാണ് സായ് സുദർശൻ. 2020-ൽ അതിവേഗം 2000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരവും ആദ്യത്തെ ഇന്ത്യക്കാരനും സായ് സുദർശനാണ്. വെറും 54 ഇന്നിങ്സുകളിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. ഏകദിന മത്സരങ്ങളിലും ടെസ്റ്റ് മത്സരങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാനാവും സായ് സുദർശനെ. അതിനാൽ തന്നെ വൈകാതെ ഈ താരം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.